അല്ല ഇതാണ് ഹലോ പറഞ്ഞു സാറേ അരമണിക്കൂർ നീണ്ടുനിന്ന അടിമുടി പാളിപ്പോയൊരു വാർത്താ സമ്മേളനമാണ് നമ്മൾ ഇന്നലെ കണ്ടത്. മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും പ്രിൻസിപ്പളും മാധ്യമങ്ങളെ കാണുമ്പോൾ തുടർച്ചയായി ഇരുവരുടെയും ഫോണുകളിലേക്ക് ഒരു വിളിയെത്തി. ആ വിളിച്ച് ഉന്നതനാരെ എന്നുള്ള ചോദ്യമായിരുന്നു വാർത്താ സമ്മേളനം കഴിഞ്ഞപ്പോൾ മുതൽ ഉയർന്നു വന്നത്. സൂപ്രണ്ടിനെയും പ്രിൻസിപ്പലിനെയും വിളിച്ചത് ഞാൻ തന്നെയാണ്. കാര്യം ഒരുപാട് ക്വസ്റ്റ്യൻസ് അവർ ഫേസ് ചെയ്യുന്നത് ഒരുപാട് അവർക്കും തന്നെ ഒരു സ്ട്രെസ് ആയിരുന്നു. അവർ ഒരു ക്ലിനീഷ്യൻസ് ആണ്, അവർ ഡോക്ടേഴ്സ് ആണ്, അവർ മീഡിയനൊക്കെ ആദ്യമായിട്ടാണ് അവർ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ അവരെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ എൻക്വയറി റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി, വേറൊന്നും നിങ്ങൾ പറയണ്ട. വാർത്താ സമ്മേളനം അതിന്റെ ലക്ഷ്യത്തിൽ നിന്നും പാളിപ്പോകുന്നുവെന്ന് കണ്ടപ്പോഴാണ് DMEയുടെ ഇടപെടലുണ്ടായത്. DMEയുടെ രക്ഷാപ്രവർത്തനം ഇല്ലായിരുന്നുവെങ്കിൽ വാർത്താ സമ്മേളനം പിന്നെയും കൈവിട്ടു പോയേനെ. ഞാൻ ഹാരിസ് ഡോക്ടറെ പോയി കണ്ടിരുന്നു. ഹാരിസ് ഡോക്ടറിന്റെ അടുത്ത് സമാധാനമായിട്ടിരിക്കാനാണ് പറഞ്ഞത്. ഈ കാര്യങ്ങളിലൊന്നും ഹാരിസ് ഡോക്ടർ ടെൻഷൻ അടിക്കണ്ട എന്ന് പറയാൻ തന്നെയാണ് ഞാൻ അദ്ദേഹത്തിനെ പോയി കണ്ടത്. അപ്പോൾ ഹാരിസ് ഡോക്ടറിനെ കുരുക്കാനാണെങ്കിൽ ഞാൻ പോയി കാണത്തില്ല. ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരായ അന്വേഷണത്തിന്റെ ചുമതല DMEക്കായിരുന്നു. അതിന്റെ റിപ്പോർട്ടും സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കാര്യമായ കണ്ടെത്തലുകളൊന്നും തന്നെ ഇല്ല എന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും ഹാരിസ് ചിറക്കലുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾക്ക് DMEയും കർട്ടനിടുകയാണ്. അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.